അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ ഓഫ്ലോൻ്റെ ഓട്ടോമാറ്റിക് വാട്ടർ ലെവൽ കൺട്രോളർ. എല്ലാവർക്കും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണിത്. കാരണം നമ്മളെ വീട്ടിലൊക്കെ മോട്ടറുള്ളതാണ്. നമ്മൾ മോട്ടർ ഇടാൻ പോകണം, ഓഫ് ചെയ്യാൻ പോകണം, പിന്നെ നിറഞ്ഞ് തൂവുന്നുണ്ടോ എന്ന് നോക്കണം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കിയാലോ. ആദ്യം നമുക്ക് ടാങ്കിൽ എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ കൂടെ ഇങ്ങനൊരു സാധനം കാണാം. ഇതാണ് ഡ്രൈ റണ്ണ്. ഇത് നമുക്ക് ടാങ്കിലേക്ക് വെള്ളം വരുന്ന പൈപ്പിൻ്റെ മുകളിൽ കണക്ട് ചെയ്യാനുള്ള സാധനമാണ്. അപ്പോൾ ആ ഡ്രൈ റണ്ണ് വെള്ളം വരുന്ന പൈപ്പിൻ്റെ മുകളിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ സ്റ്റീലിലെ സ്ക്രൂ വെച്ചിട്ട് ടൈറ്റ് ചെയ്ത് വെക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഇങ്ങനെ രണ്ട് സെൻസറിങ് കാണാം. അതിലൊന്ന് ലെങ്ത്ത് കൂടുതലും ഒന്ന് ലെങ്ത്ത് കുറവുള്ളതായിരിക്കും. ഈ രണ്ട് സെൻസറിൻ്റെ മുകളിലാണ് വെള്ളം വരുന്നതും വെള്ളം സ്റ്റോപ്പ് ആവുന്നതും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മളെ വെള്ളം ചാടുന്ന പൈപ്പിൻ്റെ തൊട്ടടുത്തൊരു ഹോൾ ഇട്ടിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ വയറ് കോർത്തെടുത്ത് കെട്ടി വെക്കണം. നമുക്ക് ഈ സെൻസർ എങ്ങനെ വേണം അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. കാരണം ആ മുകളിൽ കാണുന്ന സെൻസറിൻ്റെ ആ ഹൈറ്റിൽ വെള്ളം എത്തുമ്പോൾ വെള്ളം സ്റ്റോപ്പ് ആവും. ആ താഴെ കാണുന്ന സെൻസറിനേക്കാളും താഴെ വെള്ളം പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം ഫുള്ളാവും. അതിൻ്റെ കൂടെ നമുക്ക് ഇതിലേക്ക് നെറ്റ്വർക്കിൻ്റെ കാറ്റ് 6ൻ്റെ വയർ ആവശ്യമുണ്ട്. നമ്മൾ ഓൾറെഡി വലിച്ചിട്ടിട്ടുണ്ട്. നിങ്ങൾ അതേപോലെ ടാങ്കിൻ്റെ അടുത്തുനിന്ന് നിങ്ങളെ മോട്ടറിൻ്റെ സ്വിച്ച് എവിടെയാണോ അവിടേക്ക് കാറ്റ് 6ൻ്റെ വയർ വലിച്ചിടണം. അപ്പോൾ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാവും. വീഡിയോ കറക്റ്റായിട്ട് കണ്ടാൽ മതി. ഈ നെറ്റ്വർക്കിൻ്റെ വയർ എന്ന് പറഞ്ഞാൽ ഇതിൽ 4 കളർ ഉണ്ടാവും. ഗ്രീന്, ഓറഞ്ച്, ബ്ലൂ, ബ്രൗൺ. അത് ഇതുപോലെ കണക്ട് ചെയ്തെടുത്താൽ മതി. ബ്ലാക്ക് ഗ്രീനിൽ കൊടുക്കുക. അതായത് കോമൺ എല്ലാത്തിനും ഓരോ വയർ എടുത്തിട്ട് അത് മൊത്തമായിട്ട് അതാണ് കോമൺ. അത് നമ്മൾ ഗ്രീനിൽ കൊടുക്കുക. പിന്നെ അടുത്തത് സെൻസർ 1, അതായത് ടാങ്കിൻ്റെ അടിയിൽ നിൽക്കുന്ന സെൻസറില്ലേ, അതാണ് സെൻസർ 1. അത് നമ്മൾ ബ്ലൂവിലും, സെൻസർ 2ൻ്റെ വയർ ഓറഞ്ചിലും, ബ്രൗൺ വയർ ഡ്രൈ റണ്ണിലും കൊടുക്കണം. അപ്പോൾ നമ്മൾ ടാങ്കിൽ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞ് ഇനി മോട്ടറിൻ്റെ സ്വിച്ചിൻ്റെ അടുത്ത് ഈ ഓട്ടോമാറ്റിക് കൺട്രോളർ വെച്ചിട്ട് അതിലാണ് കൊടുക്കേണ്ടത്. ഇതായി വീഡിയോ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ മുകളിൽ കൊടുത്ത് അതേപോലെ ഇത് ഇവിടെയും കൊടുക്കണം. കോമൺ ഗ്രീന്, സെൻസർ 1 ബ്ലൂ, സെൻസർ 2 ഓറഞ്ച്, ഡ്രൈ റണ്ണ് ബ്രൗണ്. ഇനി മോട്ടറിൻ്റെ സ്വിച്ചിൽ നിന്ന് ഇതിലേക്ക് ഔട്ട് വരാനുണ്ട്. അതെങ്ങനെ കൊടുക്കാൻ നോക്കാം. മോട്ടർ സ്വിച്ചിൻ്റെ മെയിൻ സർക്യൂട്ടിൽ നിന്ന് ഒരു ഫേസും ന്യൂട്രും, പിന്നെ അതിൻ്റെ ഔട്ടർ ഫേസിൽ നിന്ന് ഒരു ഫേസും ഇതിലേക്ക് വരണം. അതിൻ്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഫേസ് ഔട്ട് ന്യൂട്രെന്ന്. അതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞ്. ഇനി അതിലുള്ള ആ സ്വിച്ച് ഓണാക്കി ആ പ്രസ് ബട്ടൺ ഒന്ന് അമർത്തി കഴിഞ്ഞാൽ സംഭവം വർക്കിംഗ് ആയി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.